ലോകകപ്പിൽ മൂന്നാം സ്ഥാനം ഉറപ്പിക്കാൻ ഫ്രാൻസ് ഇംഗ്ലണ്ട് പോരാട്ടം. ലൂസേഴ്സ് ഫൈനൽ മത്സരം നാളെ പുലർച്ചെ 2:30. മത്സരശേഷം സ്ഥാനമൊഴിയാൻ ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദശാംസ്. ലോകകപ്പ് ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മെസ്സിയെ മറികടക്കാൻ കിലിയൻ എംബപ്പെ. ഒരു ഗോൾ അടിച്ചാൽ മെസ്സിക്ക് മുന്നിൽ. ഹാട്രിക് നേടിയാൽ കെയ്നിനും ബെല്ലിംഗ്ഹാമിനും സാധ്യത. 3 പേരും നിറമങ്ങിയാൽ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് ഉറപ്പിക്കാം. നിർണായക മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്. സർക്കാർ രൂപീകരണത്തിന് ശേഷമുള്ള വിഷയങ്ങൾ പ്രധാന അജണ്ട. വഖഫ് ബോർഡ് പുനഃസംഘടനയിലെ സർക്കാർ നിലപാട് ചർച്ചയാകും. PM ശ്രീയും പേഴ്സണൽ സ്റ്റാഫ് നിയമനവും ചർച്ചാ വിഷയമായേക്കും. സർക്കാർ പ്ലീഡർ നിയമന വിവാദത്തിൽ KSUവിൽ കലഹം. അലോഷ്യസ് സേവ്യറിനെതിരെ പടനീക്കവുമായി സതീശൻ പക്ഷ നേതാക്കൾ. സംസ്ഥാന അധ്യക്ഷനെതിരെ വാർത്താ സമ്മേളനം വിളിക്കാനും നീക്കം. നിലപാടിലുറച്ച് മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിൽ അലോഷ്യസ്. ഇടുക്കി തോപ്രാംകുടി സഹകരണ ബാങ്കിൽ വൻ ക്രമക്കേട്. പ്രാഥമിക പരിശോധനയിൽ 10.42 കോടിയുടെ തട്ടിപ്പ് നടന്നെന്ന് കണ്ടെത്തൽ. ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ ബാങ്ക് സെക്രട്ടറിയും മുൻ പ്രസിഡന്റുമടക്കം 13 പേർക്കെതിരെ കേസ്. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള UDF സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഉപേക്ഷിച്ച പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തെ ചെറുക്കുമെന്ന് പ്രദേശവാസികൾ. ജനവിരുദ്ധ പദ്ധതി അനുവദിക്കാനാകില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഇറാനിൽ അതിശക്ത ആക്രമണം നടത്തിയ അമേരിക്ക. തെക്കൻ മേഖലയിൽ പാലങ്ങൾ ബോംബിട്ട് തകർത്തെന്ന് US സെൻട്രൽ കമാൻഡ്. ഗാർഗ് ദ്വീപിൽ ഇറാനിയൻ എണ്ണ ടാങ്കറിന് നേരെയും ആക്രമണം. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച് തായ്ലൻഡ് കപ്പൽ ഇറാൻ ആക്രമിച്ചതായും റിപ്പോർട്ട്. രാജ്യത്തെ കോടതികളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാനങ്ങൾക്ക് 6 ആഴ്ച അനുവദിച്ച് സുപ്രീം കോടതി. മദ്യത്തിനും പുകയില ഉൽപ്പന്നങ്ങൾക്കും ലെവി വർദ്ധിപ്പിച്ച് പണം കണ്ടെത്താം. വൃത്തിയുള്ള ശൗചാലയങ്ങളില്ലാത്തത് വനിതാ അഭിഭാഷകർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നെന്ന് കോടതി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് 3 വർഷം. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ പ്രത്യേക കുർബാനയും ചടങ്ങുകളും. ജനപ്രിയ നേതാവിന് ആദരമർപ്പിക്കാൻ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്തും. ലോകകപ്പ് ഫൈനലിനായി അവസാനവട്ട ഒരുക്കത്തിൽ അർജന്റീനയും സ്പെയിനും. ഇരു ടീമുകളും ഇന്നും പരിശീലനത്തിനിറങ്ങും. മെസ്സി യമാൽ പോരാട്ടത്തിന് കാത്ത് ലോകം. ഫൈനൽ നാളെ രാത്രി 12:30. രോഹിത് ശർമ്മയെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്ന വാർത്ത നിഷേധിച്ച് BCCI. ലോർഡ്സിലേത് അവസാന മത്സരമെന്ന പ്രചാരണം മാധ്യമ സൃഷ്ടിയെന്ന് സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ. രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനൊപ്പം തുടരുമെന്നും പ്രതികരണം. ലോർഡ്സ് ഏകദിനം നാളെ വൈകിട്ട് 3:30.